ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു. രാത്രി വൈകി. ഒരു പഴയ ഹോട്ടലിൽ റൂം എടുത്തു. റിസപ്ഷനിലെ ആൾ പറഞ്ഞു, സാർ, 13 നമ്പർ റൂം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. റൂമിൽ കയറിയപ്പോൾ ഒരു വിചിത്രമായ മണം. തണുപ്പ് കൂടുതലായിരുന്നു. കിടക്കയിൽ കിടന്നു ഉറങ്ങാൻ ശ്രമിച്ചു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ശബ്ദം. എഴുന്നേറ്റു നോക്കി. ടാപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു കിടന്നു. അർദ്ധരാത്രിയിൽ പുതപ്പ് ആരോ വലിച്ചു. ഞെട്ടി എഴുന്നേറ്റിരുന്നു. ആരുമില്ല. ഹൃദയം വേഗത്തിൽ തുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കണ്ണാടിയിൽ എന്തോ കണ്ടു. ഒരു സ്ത്രീ. നീണ്ട കറുത്ത മുടി. വെളുത്ത സാരി. മുഖം കാണാൻ കഴിഞ്ഞില്ല. അവൾ എന്റെ നേരെ നോക്കി. ആരാണ് നീ? എന്റെ ശബ്ദം വിറച്ചു. അവൾ പതുക്കെ തിരിഞ്ഞു. മുഖം കണ്ടപ്പോൾ എനിക്ക് നിലവിളിക്കണം എന്നുണ്ടായി. പക്ഷേ ശബ്ദം പുറത്തുവന്നില്ല. കണ്ണുകൾ ഇല്ലായിരുന്നു. ശൂന്യമായ കുഴികൾ മാത്രം. വായിൽ നിന്ന് രക്തം ഒഴുകി. ഇവിടെ നിന്ന് പോയിക്കോ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അവൾ അടുത്തുവരാൻ തുടങ്ങി. കൈകൾ നീട്ടി. തണുത്ത വിരലുകൾ എന്റെ കഴുത്തിൽ തൊട്ടു. എനിക്ക് ശ്വാസം കിട്ടാതായി. കണ്ണുകൾ അടയാൻ തുടങ്ങി. എങ്ങനെയോ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. പിറ്റേന്ന് രാവിലെ റിസപ്ഷനിൽ ചോദിച്ചു. അവർ പറഞ്ഞു, സാർ, 5 വർഷം മുമ്പ് ആ റൂമിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നു. ഇപ്പോൾ ആരും ആ റൂം എടുക്കാറില്ല. എനിക്ക് ഇപ്പോഴും ആ തണുത്ത സ്പർശം ഓർമ്മയുണ്ട്.